ശാംഭവിയേ, അമ്മ അവളെ എണീപ്പിച്ചോ? ഇപ്പോഴേ എണീപ്പിച്ചാലേ അവളൊരു അരമണിക്കൂർ കഴിഞ്ഞ് എണീക്കുള്ളൂ. ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നു. ഇല്ല, എണീക്കണ്ട എനിക്ക് കുറച്ചുകൂടെ ഉറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് അതിപ്പോൾ എണീപ്പിച്ചല്ലേ ശരിയാവത്തില്ല. ഒരാളെ വന്നായിരുന്നല്ലോ, എന്ത് ചെയ്തു? ഇറങ്ങുന്നുണ്ട്, പിന്നെ കാണുന്നില്ല. ഫോണില്ലാത്തൊരു ഇതില്ല കേട്ടോ. എനിറ്റാ ഓട്ടെ തന്നെ ഫോണില്ല. ഓക്കെ, നടന്നാലും ഫോണിൽ, ഇരുന്നാലും ഫോണിൽ, കിടന്നാലും ഫോണിൽ. ഇത് എവളെന്ത് ചെയ്യും? കറക്ക് പറയാന്ന് പറയണേ. ഓണാക്കിയില്ലേ അത്? എന്തുവാ 40 വർഷം പഴക്കമുള്ള ക്ലാസ്. ശ്യാമളമ്മയുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ സാധനം അത്. എന്നതാ എൻ്റെ പൊന്ന് സിംബ? എന്നാ നിനക്ക? ആ പിന്നെ ഇതൊക്കെ പറയുക. കണ്ടില്ലേ ചേട്ടാ, നേരെ നോക്ക്, തട്ടി വീഴും. ഞാൻ ക്യാമറയെ നോക്കിയിട്ട് തട്ടി വീണത്. അവൻ അയച്ചുകൂടെ, എന്നെ അലമ്പ അവന്. ആണോ? ഞാൻ പറഞ്ഞു പറയിപ്പിച്ചോലുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഇഷ്ടമുള്ളത് മിണ്ടാൻ പറ്റണ്ട. ആ, അതാ ഞാൻ ഇവിടെ എടുത്തോണ്ട് വരാൻ പറഞ്ഞേ. കണ്ടില്ലല്ലോ പാത്രം അവിടെ ബാഗിനകത്തുണ്ട്. അമ്മ കുറച്ചോളാം, എനിക്ക് വയ്യ നോക്കാൻ. ആ, സൂപ്പറാണോടാ? അതിനാണ് ക്യാമറ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞേ. അല്ല, അപ്പം എല്ലാം അല്ല, ജയമ തന്നെ ഉണ്ടാക്കുന്നേ. ആ, ഏത് നോക്കട്ടെ. ജയമ ഗ്രീൻ പീസ് കറിയോ അപ്പോ. ഈ ഇരുന്നോണ്ട് ഇവിടെ ഒരു കസേര ഉണ്ട്, ഇരുന്നോണ്ട് കഴിച്ചേ. ബാ, എന്നാപ്പാ? എടി ചേച്ചി പെണ്ണെ വണ്ടി നേരത്തെ വരുമെന്ന്. മോൻ്റെ അത് കഴിഞ്ഞല്ലേ വരുന്നേ? അവിടെ നിൽക്ക. ഒരു ചേച്ചി പെണ്ണ് നേരത്തെ വരും. ബാഗ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ, എന്നാ ബാഗിട്. ഇവിടെ ആ, ഇത് അത് ചുമ്മാ അലമ്പ ഉണ്ടാക്കുന്നതല്ലേ. ശ്യാമമ്മയ്ക്ക് മുഖത്തോടി. ശ്യാമമ്മയ്ക്ക് മുഖത്തെ കൊടുത്തോ? എന്നാലൊന്ന് കൊത്തോ. സുന്ദരിയാണേ, ചുണ്ടലിയാണ്. മതി ഓടല്ല, നീ തീശം വരുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നാം നേരം നടക്കാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. അങ്ങോട്ട് അതേ പോന്നു. ശംഭു, എന്തിനായി വെപ്രാളം?
ആ ശിവയൊക്കെ സ്കൂളിൽ പോകും. ശിവ എന്തേ? ശിവയൊക്കെ സ്കൂളിൽ പോയി കാണും. ശിവ സ്കൂളിൽ പോയി കാണും. എന്തേ? ശിവ സ്കൂളിൽ പോയോ? ആ പോയി. പോയേ? ശിവ പോയത് ചേച്ചിയുടെ കൂടെ. ലച്ചുവിൻ്റെ കൂടെ. ശിവ വാ. ഓ ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ പറയണോ? അത് ലച്ചു ആയിരിക്കും. പോയി ബാ പെട്ടെന്ന് പോണ കാണാം. ബാ ബാ കുട്ടി പാടി. സമയം പറ സമയത്രയെന്ന്. 7:30. അയ്യോ 7:30. നീയല്ലേ ഈ ആൾക്കാരോട് വർത്താനം പറഞ്ഞ റോഡിൽ നിൽക്കും. അതാ പറഞ്ഞ പെട്ടെന്ന് പോ. ശിവയൊക്കെ സ്കൂളിൽ പോവോ? സ്കൂളിൽ പോകത്തില്ലേ? ആരാ സ്കൂളിൽ പോകത്ത? സ്കൂളിൽ പോയി ലച്ചു. അപ്പേ ലച്ചുവിനെ സ്കൂളിൽ വിടുന്നതാരാവോ? അല്ല അതല്ല മുത്തിനെ സ്കൂളിൽ വിടുന്നതാരോ? അഗ്രികൊച്ചൻ. ബൈക്കിനല്ല, ശിവ നടന്നാ പോകുന്നേ. ബസ്സിനാണ്. എന്നാ ബസ്സിനാ പോകുന്നേ അറിയോ? ശിവ മുത്തിനെ ആൻറ്റി കൊണ്ടുവിടും. മതിയോ? മതിയോ? മതി. ഇവന്റെ അല്ല വേറെ അങ്കിളും പിള്ളേർ കൂട്ടുകാരുണ്ടപ്പ. മുത്തിന് സാമനെ പോലെ ടീച്ചറുണ്ടപ്പേ. ശിവ സ്കൂളിൽ നിന്ന് ചോറ് ക്ലാസ് ഉണ്ടപ്പേ. സാമനെ പോലെ ഏത് ബസ്സിലോ? എല്ലാ ബസ്സില്. മതിയോ? ഓ ശകലം. അല്ല ശിവയുടെ ബസ്സിന്റെ നിറന്നോ? എല്ലോ. മതിയോ? മതി. ശിവയും എല്ലാ ബസ്സിനാ പോകുന്നേ. ഞാനും എല്ലാ ബസ്സിലും. രണ്ടുപേരും എല്ലാ ബസ്സിനാ പോകുന്നേ. ആരും വിളിക്കുന്നില്ലല്ലോ. കഥ എല്ലാം മറന്നുപോയല്ലേ? വേറെ കഥ അല്ലേ പോയി. കുറെ ചേച്ചിമാരുണ്ടേ. മതിയോ? ചേച്ചിമാര്, കൂട്ടുകാരന്മാര്, അമ്മമാര്, ചേട്ടന്മാര്. മുത്തന്റെ ക്ലാസ്സിന്റെ പേരെന്താ? എനിക്ക് അറിയത്തില്ല. അപ്പൊ പാപ്പൻ മെമ്മോറിയലാണോ? വേറെന്തോ പേരാ? എനിക്കറിയത്തില്ലടി. അറിയാമെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്കൂളിന്റെ പേരാണോ? സ്കൂളിന്റെയോ? പാപ്പൻ മെമ്മോറിയൽ. ഓക്കെ മറന്നു പോകും പെട്ടെന്ന്. പാപ്പൻ മെമ്മോറിയൽ സ്കൂൾ. ഓ ഇവിടെ 35-ാം മൈല്. പാപ്പൻ മെമ്മോറിയൽ എഴുതി വെച്ച് കാണത്തില്ലേ ബസ് പോകുന്നത്? പാപ്പൻ മെമ്മോറിയലിന്. അതൊന്നും എനിക്കറിയത്തില്ല. പോയിട്ട് പോയേ. അയ്യോ നിക്ക് ഞാൻ പിടിക്കാം. ഒരു പേടി. ഇത് നീ ചുവന്ന് നടന്നില്ലെങ്കിലേ വീഴും. ഇവിടെ ഇറക്കം. ഇവിടെ വീണാലാണ് നല്ല പറ്റും. പിന്നെ സ്കൂളിൽ പോലും പോകാൻ പറ്റില്ല. അതുപോലത്തെ വീഴ്ച ഇവിടെ വീണാല് കോൺക്രീറ്റാണ്. അത് ഇങ്ങനെ മിറ്റിലെല്ലാം പൊങ്ങി വയ്ക്കുക. ഇനി എങ്ങോട്ടാ നടത്തില്ലേ? പാവം കൊച്ച് ഇതുവരെ പൊക്കോണ്ടിരുന്നപ്പോൾ എങ്ങോട്ടായിരുന്നു?
നാരായണി പോയെന്ന് നോക്കി, നാരായണി പോയെന്ന് നോക്കി. ഊട്ടിയതാ ബഹളവും ചലമ്പും ഉണ്ടാക്കി. ആ വണ്ണം തോന്നുന്നു വണ്ടി. അതെ പെട്ടെന്നോ പെട്ടെന്നോ. നാരായണൻ ആ അതുകൊണ്ടാ പോകാം. എന്റെ ബസ്സാണോ? അല്ല നാരായണയാണ്. അപ്പൊ എന്റെ ബസ്സോ? ഇത് നാരായണ ബസ്സാ ഇപ്പൊ പോയി. എന്റെ ബസ് വന്നില്ലേ? അത് വന്നില്ല, ഇപ്പം വരും. എങ്ങടാ നിൽക്കുന്നേ? എവിടെ വന്നോട്ടെന്ന്? ആ അവിടെ വന്നു. അവനോട് വർത്താനം പറ. അവനോട് നീ വർത്താനം പറഞ്ഞിട്ടില്ലല്ലോ. ഇവനോട് പേരെന്നാന്നൊക്കെ ചോദിച്ചേ. ബിനുചേച്ചിയുടെ മോനാടി. എവിടെ പോകാനാ? എന്ത് പേരണ്ട പോണേ? അല്ല ഒരു പ്രാവശ്യം പറഞ്ഞേ. പേരെന്നാടി? പേര് എന്നാ? അവൻ്റെ പേരെന്നാ? രഞ്ജിത്ത് എന്നാണോ അവൻ പറഞ്ഞത്? അല്ലല്ലോ, നിതിൻ. ആ അവിടെ വന്നു. ആ അവന് കുട്ടിക്കാനത്താ ജോലി, വണ്ടിയിൽ പോകണം. ആൻറ്റി ഒന്നുമില്ല അവർക്കൊക്കെ, അവർ വലിയ പിള്ളേരില്ല, അതുകൊണ്ട് ആൻറ്റി ഒന്നുമില്ല. അത് അവർ പിള്ളേരെല്ലാം ബസ്സൊക്കെ കയറി അങ്ങ് പോകും. അറിയാമല്ലോ, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഡ്രൈവർ ചേട്ടൻ മാത്രമേ ഉള്ളേ. ആ അങ്കിളുണ്ട്. ആൻറ്റി ഇല്ലടി, വലിയ പിള്ളേരല്ല അവര്, കുഞ്ഞു പിള്ളേരല്ലല്ലോ. കാണിച്ചേ, നീ പിള്ളേരല്ലേ? അല്ലേ അല്ലേ? ഇതെവിടാ സ്ഥലം? ഇതെവിടാ സ്ഥലം? എല്ലാം ഒരു സ്ഥലമാണ്. അങ്ങോട്ട് പോകണ്ട. വേണ്ട 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 വേണ്ടെന്ന് പറഞ്ഞില്ലേ. സംഭവം ബസ് വരൂടി, ബസ് വരാറായി. ഇവിടെ നില്ലേ. വേണ്ട, കസാര ഇരിക്കാൻ നേരമില്ല, വണ്ടി വരും. കസാര പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ച് വേണം. ആ ഇതേ വരുന്നു വണ്ടി, കണ്ടോ? അതേ വരുന്നു, കണ്ടോ? ആണ് നിന്റെ വണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. പോരും. ആ അവിടെ വേണ്ട, നമുക്ക് താഴോട്ട് നിൽക്കാം. ഉണ്ടോ? വേണ്ടേ? എന്നാ ഇവിടെ വന്നോ. എനിക്ക് പോകണ്ട, നിന്നെ കയറ്റി വിട്ടിട്ടാടി ഈ ബസ്സല്ലേ. എവിടെ പോണം? ആ മതി 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 മതിയേ മതിയേ മതിയേ. ഇതെവിടാ സ്ഥലം? ഏത് കട? ബസ്സിന് പോകുന്നില്ലേ? ഇപ്പം ബസ് ഇപ്പം വരുമല്ലോ. പോകുന്നില്ലേ? അതിനാ നീ പറ. പെയിന്റ് എന്നാ? പരസ്യം എന്നാ ഇരിക്കുന്നേ? എഴുന്നേരെ എഴുന്നേക്കടി. ഇത് ബസ്സാലൊന്നും കയറി മുള്ളല്ല, അവിടുന്ന് മുള്ളിട്ടൊക്കെ വരണം കേട്ടോ. ബസ്സാലൊന്നും കയറി മുള്ളല്ല, അവിടുന്ന് മുള്ളിട്ടൊക്കെ വരണം. ബസ്സാ കയറി മൂത്രം ഒഴിക്കല്ലേ. അതിന് മുമ്പ് സ്കൂളിൽ നിന്ന് വരികയല്ലേ, അപ്പോൾ സ്കൂളിൽ നിന്ന് മുള്ളിട്ട് കയറി വരണം. തല്ലുമൊന്നുമില്ല, മോശമല്ലേ? എവിടെയാ ബസ് വരുന്നേ? അപ്പൊ എവിടെയാ ബസ് വരുന്നേ? ബസ് വരണ്ട. ആ ബസ് അല്ലാരും തോന്നുന്നു. ആ ബസ് അല്ലെന്ന് തോന്നുന്നു. ബസ് ബന്ദില്ല. ഏതാ സ്ഥലം? ആ പാല് കൊടുക്കുന്നത് എവിടെയാ? ആ വീട്ടിൽ പാല് മേടിച്ചോ? ഇല്ല. ആ ഇപ്പം വരുന്നുണ്ട് വണ്ടി വേറെ. എന്റെ വണ്ടി വന്നോ? നിന്റെ വണ്ടിയാണോന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു മഞ്ഞ വണ്ടി വരുന്നുണ്ട്. വൈകിട്ടാണ് കറക്റ്റ് അറിയാം നിന്റെ വണ്ടിയാണെന്ന്. കാരണം വേറെ വണ്ടി ഒന്നും
ആ സമയത്തില്ല. മീനുണ്ടോ? മീനുണ്ടോ? മീൻകാരി ചേട്ടനെ കാണുന്നില്ല കുറച്ച് ദിവസമായിട്ട്. സമയം മാറ്റിയോ ചേട്ടൻ? കുറച്ചപ്പുറത്ത് പുറത്ത്. എവിടെ? ദേ അവിടെ. എവിടെ? ദേ അവിടെ. ബസ് വന്നു. ബസ് വന്നേ. ഒച്ചമ്പാളൊക്കെ ആണല്ലോ. ഒന്നാണ്ട് ഒച്ചമുളകൊക്കെ കേട്ടല്ലോ. ഇന്നും പേനയിലിട്ട് ഈ സാധനം തീരുന്നില്ലേ? അടുക്കളയിലോട്ട് വരും മുടി തരാൻ. ആ നിന്നെ ഇന്ന് കാണാൻ കൊള്ളുകയല്ലോ. സാരമില്ല. എൻ്റെ കുറ്റം വന്ന് പറഞ്ഞുകൊണ്ടങ്ങാണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ റോഡിൽ വെച്ച ഒച്ച കേട്ടു. ഇവിടെ വന്നപ്പോൾ ഒന്നും മിണ്ടാനില്ല. എന്നാ അതിന് ഇന്ന് എവിടേക്കാ പോന്നേ? ഒന്ന് പറയാമോ? എനിക്കറിയത്തില്ല. കൊണ്ട് ചോദിച്ചാൽ മെയിൻ പരിപാടിയോ? ആ ശ്യാമളമ്മയ്ക്ക് എക്കോ സ്കാനിങ് എക്കോ ഉണ്ട്. അപ്പോൾ അതിന് പോകണം. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് എടുത്ത് പോകണം. കുഞ്ഞിനെ കാണാൻ. എന്നിട്ട് വരും. പിന്നെ അരി പുറത്തോ? ഇരാറ്റുപേട്ടല്ലേ പോകുന്നത്. അവിടുത്തെ അരിത്രപ്പള്ളി കൊടുക്കാനായിട്ടാ അരി. ഓക്കെ. അപ്പം എല്ലാ അതായത് വ്യക്തമായില്ലേ കാര്യങ്ങളൊക്കെ? എപ്പോ വരുമെന്ന് ചോദിക്കരുത്. ചോദിക്കത്തില്ല. അയ്യോ ഒരു 7:30 ആകുമ്പോൾ പ്രതീക്ഷ. കഞ്ഞിയും കറിയും എല്ലാ സാധനവും വെച്ചിട്ടാ പോയാ. കറിയോ? മീൻ കറി ഇരിപ്പുണ്ട്, തോരനും ഇരിപ്പുണ്ട്, രാവിലെ വെച്ച ഗ്രീൻ പീസ് കറി ഇരിപ്പുണ്ട്. പിന്നെ വേണ്ട അപ്പം ഇരിപ്പുണ്ട്. നീ ഇല്ലാതെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യം. പറച്ചിലൊരു ആത്മാർത്ഥമില്ലല്ലോ കേട്ടോ. കുറച്ചുകൂടെ അങ്ങോട്ട് ഒരു നീ ഇല്ലാതെ ഇതൊക്കെ ഉണ്ടായിട്ട് നാടകമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ സിനിമയ്ക്കകത്ത് പറഞ്ഞത്. ഇപ്പോഴത്തെ സിനിമയാണ് ഉദ്ദേശിച്ചത്. നീ ഇല്ലാതെ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ? നീ ഇല്ലാതെ ചുമ്മാ അങ്ങനെ പറഞ്ഞാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ. നാടകീയത വേണ്ട. നീ പോടി പുല്ലാന്ന്. നീ ഉണ്ടായിരുന്ന ഇല്ലാന്ന്. ഭാര്യനെ പുല്ലെന്ന് വിളിക്കാൻ പാടില്ല. പിന്നെ പുല്ലെന്നല്ലേ വിളിച്ചോ? അവര് തിരിച്ച് പുല്ലെന്ന് വെച്ചാൽ നാണക്കേറും. ഒരു നാണക്കമില്ല. വിളിച്ചോ? നീ രാവിലെ എന്തൊക്കെയാ വിളിച്ചല്ലോ? അന്നേരം ഓണല്ലായിരുന്നോ? പുല്ലെന്നല്ലേ വിളിച്ചോ? വേറെന്തായാലും കൂടിയ സാധനം. അയ്യോ കൂടിയ സാധനം വിളിക്കാനായിട്ട് ഞാൻ ചടായി. എങ്ങനെയാണ് മതിയില്ലേ? അത്ര മതി. എനിക്കറിയത്തില്ല. ഞാൻ നീയല്ലേ എന്റെ ദേഹത്ത് കരി പിടിപ്പിക്കാൻ വേണ്ടി തന്നെ. കരി കറുത്തു പോവോ?
എന്നാ അതിൻ്റെ വെള്ളം ഇരിക്കുന്നത് അങ്ങ് ഒഴിക്കണം. പനപ്പൂച്ചയല്ലേ വെള്ളപ്പൂച്ചയാ നല്ലതായിരിക്കും ചിലപ്പം. ആശുപത്രി പോകുന്നില്ലേടി? എവിടെയാ? ഇപ്പൊ ഒന്നും ആശുപത്രിയിലാണല്ലോ. പിന്നെ മാനസിക പീഡനം അങ്ങനെയാണ് എനിക്ക് പ്രഷർ കൂടിയത്. പിന്നെ ഞാനാ കൂട്ടുന്നത്. കൊഴുപ്പെല്ലാം കൂടെ തന്നു. കൊഴുപ്പെല്ലാം കൂടെ തന്ന് എനിക്ക് കൊളസ്ട്രോളും. ആ കണ്ടോ, തിന്നാൻ കൊടുക്കുന്നതും കുറ്റം, നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളെ കാര്യം തിന്നരുതെന്ന് പറഞ്ഞാൽ വയലൻ്റ് ആവും കേട്ടോ. അപ്പോൾ പ്രഷർ കൂടും. പറഞ്ഞില്ലെങ്കിൽ തിന്നും, എന്നിട്ട് കൊളസ്ട്രോൾ കൂട്ടും. ഇല്ല, എന്നാ വലിയ കാറ്റും മഴയാണെന്ന് നനയത്തില്ലത്. ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ 1-2 കാലം എരിച്ചിലടിക്കും, അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇനി വൈകിട്ട് നോക്കിയാൽ മതിയല്ലേ? കൊച്ചിനെ വിളിക്കാനൊക്കെ പോകുന്ന സമയത്ത് പോലും വരും. ആ സമയത്ത് വരുമായിരുന്നു, ആ കൊച്ചിനെ വിളിച്ചോണ്ടിരുന്നല്ലോ നിങ്ങൾക്ക്. എനിക്കൊരു ദിവസം ഇറങ്ങാതിരിക്കായിരുന്നു. അല്ല, അങ്ങനെ ആ ടൈം ഏകദേശം എടുത്താണെങ്കിൽ അതനുസരിച്ച് വരുവാണല്ലേ. അല്ല, 6 മണിയാകുമ്പോൾ നിങ്ങൾക്ക് വരത്തില്ലെന്ന് ഞാൻ ചോദിച്ചു. 6 മണിക്ക് വരുവാണെങ്കിൽ കൊച്ചിനെ കിട്ടും. അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞതല്ല. ഒരു 5:30-6 ഒക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ സമയം നോക്കി വരത്തില്ലേ? ഓഹോ, ഒരു ശകലം പോലും മര്യാദയില്ലാത്ത ടീമുകളാണ് രണ്ടും. തുണിയൊന്നും നനയത്തൊന്നുമില്ല, അതിനുള്ള മഴ പെയ്യത്തൊന്നുമില്ല. ചാറ്റ മഴയുള്ളൂ ഇപ്പം, വലിയ മഴയൊന്നുമില്ല. കാറ്റും മഴയും കൂടെ വന്നാൽ വെള്ളം അടിച്ചു കയറും. എന്നാലും ചിലത് ആ സൈഡിൽ കിടക്കുന്ന കുറച്ചെണ്ണം നനയും, ബാക്കിയൊന്നും നനയത്തൊന്നുമില്ല. ഹോസ്പിറ്റലിൽ വരെ പോവാണ്. ഇന്ന് എക്കോ സ്കാനിങ് അതുകൊണ്ട് കഞ്ഞിരപ്പള്ളി വരെ ഒന്ന് പോവാം. എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ? താഴെ നിൽക്കാതെ അവിടെ ഇപ്പോൾ ഇപ്പോൾ കേൾക്കാവേ. എത്ര നേരമായെന്നറിയാമോ? 12 മണിക്കാണ് ടൈം പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സമയം 10:18. ഓ, മഴ ചെറിയൊരു ചാറ്റമഴ തുടങ്ങിയിട്ടുണ്ട്. പെയ്യത്തില്ലാന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ ഈ ചെറിയ ഈ ചാറ്റൽ പോലെ പോയി. കണ്ണാടിക്കടയിലോട്ട് പോവാം. ശ്യാമളമ്മയും കൊണ്ട്. ശ്യാമളമ്മ കഴിഞ്ഞിടയ്ക്കില്ല നമ്മൾ കണ്ണാടി എടുത്തേ. അതിനെന്നാ പ്രശ്നമല്ലായിരുന്നു? പ്രശ്നമൊന്നുമില്ല. കണ്ണാടി വളഞ്ഞോ? അമ്മ വളച്ചോ? ഇവിടെ തന്നെയാണല്ലോ എടുത്തേ. അത് കണ്ണട ഇവിടെ അങ്ങോട്ട് കണ്ണടി കാണിച്ചു. ഇതെന്നാ കുഴപ്പം? കാണത്തില്ലേ? കാണണമെങ്കിൽ വല്ലത്തും പോകണം. വേദനയില്ലേ? പോയിൻ്റെതല്ല. അപ്പോൾ അത് വെച്ച് നോക്കി പറയത്തില്ലായിരുന്നു. ചുമലെടുക്ക്. റെഡ് കുഴപ്പമില്ല. ഇത് അമ്മ വെച്ച് നോക്കുന്നത്. അത് കൊള്ളാം. എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കിക്കേ. ആ, സ്ഥിരമായിട്ട് നോക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലല്ലോ, നല്ലല്ലേ? ഓക്കെ. ചെറിയ ഇടയ്ക്കിടയ്ക്ക് വിട്ട് വെയിലൊക്കെ ഉണ്ട്. മൂടി പെട്ടെന്ന് വരും, വെയിൽ വരും, പോവും, അങ്ങനെയൊക്കെയാണ്. നല്ലൊരു തിളച്ചോണ്ട്. എൻ്റെ അമ്മ അവിടെ ഒരു ജാഥയുടെ ആളുണ്ടല്ലോ. ആ, ഓക്കെ.
എടുത്തോ? എക്കോ സ്കാൻ ചെയ്തിട്ട് അത് ഇനിയിപ്പം ഡോക്ടർ വരുമ്പോൾ ഡോക്ടർ ചൊവ്വാഴ്ചയല്ലേ ഉള്ളൂ? ചൊവ്വാഴ്ചയുള്ളൂ. അത് ഡോക്ടർ വീട്ടിൽ പോകണം, അതിൻ്റെ ആവശ്യമില്ല. അതിനുള്ള ഗുളിക ഉണ്ടല്ലോ. അത്രയ്ക്ക് എനിക്ക് ഗുളിക തന്നിട്ടുണ്ട് ഡോക്ടർ. പിന്നെ മഴയുണ്ട്, വെയിലുമുണ്ട്. ബാഗിനകത്ത് നിന്റെ ഏതാണ്ട് ഒന്നുമില്ല, ജയൊന്നുമില്ല. അതിനെ പോയി കഴിഞ്ഞാൽ വരാൻ 10 മണിയാവും. ശ്യാമമ്മയുടെ ഞങ്ങളുടെ ഇളയ മോള് പ്രസവിച്ച് കിടപ്പുണ്ട്. 1 മാസമായി ഇപ്പോഴാണ് കാണാൻ ചെല്ലുന്നത്. ശ്യാമളമ്മയുടെ ഇളയ ഞങ്ങളുടെ മൂത്ത മോള്. നിനക്കൊണ്ടെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇതിട്ടേ. പോയിട്ട് വന്നാണോ? ഞാൻ പാല വരെ പോയായിരുന്നു. കുഞ്ഞിനെ കാണിക്കുന്നില്ല, ഓഫാക്കിയേക്കാം. കുഞ്ഞിനെ കാണിക്കുന്നില്ല, 28 കഴിഞ്ഞില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല കേട്ടോ. എൻ്റെ പടം വരയ്ക്കാം അവിടെ, എൻ്റെ പടം വരയ്ക്കും നീ. എംപോസിഷനാണോ? ഇതാണ് അമ്മാവൻ്റെ മോള്. കൊച്ചിൻ്റെ 28, 56 കിട്ടുന്നത്. 1 മാസം കഴിഞ്ഞു, 56. കൊച്ചിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു, വന്നതേ ഉള്ളൂ. ഇപ്പം 56 കെട്ടാണ്. അപ്പം 56 കഴിയാതെ എങ്ങനെയാ കുഞ്ഞിനെ കാണിക്കുന്നേ? മോശമല്ലേ? കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്ന അമ്മയും അമ്മയുടെ നാത്തിനും കൂടെ അമ്മാവനും ദേവി ഒന്ന് എടുക്കട്ടെ. ദേവി ദേവിയാ, ദേവി ഓടിടാതെ ക്യാമറയ്ക്ക് വേണ്ടി വരത്തില്ല. ഇത് എൻ്റെ യാത്ര, ഇത് വേറെ. ഇത് ഞാൻ വെളിയിൽ അല്ല അല്ല ഒരാൾ വെളിയിൽ പോകുമ്പോ ഒന്ന് എടുക്കുന്നല്ലേ. ആ ഡാ ഇങ്ങ് വന്നേടാ. വാ വാ, സമയം പോയി. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ഇല്ലില്ല ഒരു വാടി. ആ സാരമില്ല. ഓ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. നീ പോവാ വേണേന്ന്. ശാംഭവി കൊണ്ടുവരുന്ന സമയമായി. ദേവി എത്തി. അവളെന്താ വരുമെന്ന് ലക്ഷണമൊന്നും ഇല്ലല്ലോ. എടീ നടക്കുവാ. അവള് വരുമ്പോഴേക്കും ബസ് പോവും. അമ്മായി ഒന്ന് ഇറങ്ങുവാ, പോവാ കാണാം. ഈ സ്ഥലത്തിൻ്റെ പേരെന്നായിരുന്നു? അനാ മറന്നും പോയി. പനക്കപ്പാല അല്ല ആണല്ലേ. സ്പീഡ് നടന്ന ആ മുക്കിനാണ് വണ്ടി വരുന്നത്. ഈരാറ്റുപേട്ടയ്ക്കുള്ള ബസ്. എനിക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ കൊള്ളാമല്ലേ? ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ഒരുത്തി എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് നോക്കിയെന്തി. എൻ്റെ പൊന്നെ എന്തേ ഓള് വാടിവേ. നിങ്ങൾ കിടക്കണേ ചെടിയോ? അതിങ്ങനെ ഷീറ്റിട്ടോ. ആ ഓക്കെ. ബസ് പോയാൽ നീ അവിടെ കൊണ്ടുവിടേണ്ടി വരും. എൻ്റെ പൊന്നോ, ബസ് പോയാൽ ഓ വേണ്ട. അങ്ങോട്ട് പോവാണെങ്കിൽ പള്ളി കയറുന്നതേ. പള്ളി കയറണം. ഇങ്ങനെ വിളിക്കണം. വർക്ക് ചെയ്യും അല്ലേ? അടുത്ത് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്തെങ്കിലും ചെയ്തു എന്നാ ചോടത്തും പോകുന്നില്ലല്ലോ. എൻ്റെ പേര് റൈഡർ കണ്ണാപ്പി അതുണ്ട്.
റൈഡർ കണ്ണാപ്പി. അതെ മറ്റേ പറഞ്ഞല്ലേ അതെ, എവിടെയെല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ. ഞാനിവിടെ കണ്ണങ്കാവൽ വരെ പോയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് വീട്ടിൽ നിന്ന് വിടുകയായിരുന്നു. എൻ്റെ പൊന്നെ എനിക്ക് കഴിയാം. ശമ്പളം കെട്ടിവൻ അയ്യടെ പിന്നെ ചോദിച്ചുകൂടിയില്ല. നീ ചോദിക്കുകയല്ലേടി. എന്നോട് പറഞ്ഞു ഞാൻ പിന്നെ തിരക്കല്ലേടി ഈ വണ്ടി തിരക്കല്ലേ. ബസ് വരുന്നത് ഇവിടെ ആണെന്ന് തോന്നുന്നു, ടീമുക്കിലാന്ന് തോന്നുന്നു. എവിടെ നിൽക്കണ്ടേ? ബസ് അങ്ങോട്ടാ പോകുന്നത്. ബസ് അങ്ങോട്ടാടി പോകുന്നേ. ബസ് എങ്ങോട്ടടി പോകുന്നേ? ഇവിടെ നിൽക്കണം അല്ലേ? ഓക്കെ. അരുവത്ര സെൻറ് ജോർജ് ചർച്ച് ഈരാറ്റുപേട്ട. നല്ല ആളുണ്ടല്ലോ ഇന്ന്. അല്ല അങ്ങോട്ട് പോകും. ശാമ്പവേക്കൊണ്ട് കുറച്ചാണ് മുന്നേ അവിടെ വന്ന അവിടെ വെള്ളിച്ചമല കയറാൻ വന്നായിരുന്നു. പിന്നെ പള്ളി വന്നായിരുന്നു കഴിഞ്ഞ ഓണ സമയത്ത്. ഞാമേ അത് പോയല്ല, ഇതായി പോയല്ല. ഞാൻ ഒറ്റ ഇതിനകത്ത് വെച്ചേക്കുന്നേ, ഒറ്റ ഒരു പേപ്പറിനകത്ത് വെച്ചേക്കുന്നേ. അരി അതിനകത്തല്ല, അകത്ത്. നോക്കിയത് പിന്നെ ചില്ലറ എണ്ണയ്ക്കുള്ള പൈസ ഇടാൻ. ഉള്ളതല്ലേ നമ്മുടെ പൈസ നേരത്തെ ഇട്ടോണേ. ബാ പള്ളിക്കറി എന്തെങ്കിലും മേടിക്കാണ്ടോ ഇവിടെ നിന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അൽഫോൺസാമ്മ എടുത്ത് തന്നപ്പോൾ ഒരു മോതിരം മേടിച്ചിട്ടുണ്ടായിരുന്നേ. ആ അല്ലായിരുന്നു. അല്ലാതെ ആരും എല്ലാവരുടെയും വരുന്നുണ്ടോ? ഓക്കെ പോവാ. ഇത് മനകേട്ടം വരുന്നുണ്ട്, മനകേട്ടം പോയേക്കാം. വേണ്ട, ഞാൻ എടുക്കുന്നില്ല. നേരത്തെ ഇന്ന് വെള്ളിയാഴ്ച നേരത്തെ വരും.
ആണോ? ഇന്നലെ എന്താണ് മെഷീൻ്റെ ഒച്ച കേട്ടു. ഞാൻ അവിടെ വെട്ടാനടിക്കുന്നത്. വെട്ടിയിട്ടില്ല. കയ്യാലും സാധനം പണിയായിരിക്കും. ഞാൻ എടുത്തു തരാം. അങ്ങനൊന്നും അല്ല എടുക്കുന്നത്. പൊക്കണം. നിൽക്കേ. ഇതിലേ പോ. ആ ഇതിലേ കൂടെ പോ. അമ്മയൊന്നും ഇല്ലടി. അമ്മയൊന്നും ഇല്ല. നാരായണി മാത്രമേ ഉള്ളൂ. ശ്യാമളമ്മ ഇല്ല. അവരൊക്കെ വന്നില്ല. ഇല്ലേ അവര് ആശുപത്രി പോയ ശ്യാമളമ്മ കൊണ്ട്. പിന്നെ അവിടെ കണ്ട് കറങ്ങാനൊക്കെ ഉണ്ടോ? സ്കൂൾ ബസ്സിൽ സമയമായതുള്ളൂ. നേരത്തെ വന്നില്ല. സമയമാടി അത് നോക്കി. ആ ഈ സമയത്താണ് സാധാരണ ബസ് വന്നുകൊണ്ടിരുന്നത് നേരത്തെ. ഇന്നിപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ സമയത്ത് വന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ 6 മണിയാണ്. ഇത് ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടോ? ഈ പാല് പോലും കാച്ചില്ലല്ലേ വന്നിട്ട്? ടി വി വെച്ചോണ്ടിരിക്കുവായിരുന്നോ? ആ പിന്നെ നീ എന്നെ കണ്ട് ഓഫ് ചെയ്തായിരിക്കുമല്ലോ. ഒച്ച കേട്ടപ്പോ ഇപ്പൊ ഓഫ് ചെയ്താ. മനോഹരട്ടം താഴെ കൊണ്ട് വിട്ടു. ഇവിടം വരെ കറക്റ്റ് വന്ന് ഇറങ്ങിയും വരികയും കൂടെ ആയിരുന്നു. റംബൂട്ടാൻ ഇപ്പം അവര് അപ്പനും മക്കളും കൂടെ പറയും, അല്ലേലും അമ്മയും മോളും കൂടെയും പോയിട്ടുണ്ടെങ്കിൽ 6-7 മണിയാകാതെ വരത്തില്ലെന്ന്. കാക്കമ്മ ഉണ്ടായിരുന്നെങ്കിൽ കാക്കമ്മയും കൂടെ കൂടിയേനെ അല്ലേ? കാക്കമ്മ ഉണ്ടായിരുന്നെ കാക്കമ്മയോടും കൂടി പറഞ്ഞേനെ. അല്ലേലും അമ്മയും മകളും കൂടെ പോയി കഴിഞ്ഞാൽ 8 മണിക്കാണ് വരുന്നതെന്ന്. പക്ഷെ നമ്മളിന്ന് എവിടെയെല്ലാം പോയി അത് പറയത്തില്ല. അപ്പോൾ കണ്ടോണം അപ്പനും മക്കളും കൂടെ പറയും. മക്കളല്ല, മകൾ. ലൈറ്റ് കത്താത്തെ എൻ്റെ മറ്റേ മറയിക്കോ. ആരും കാണുന്നില്ലല്ലോ. ഓക്കെ. അങ്ങനെ നോക്കി നിൽക്കുന്നു. എന്തോ ഞാൻ വന്ന് പയ്യക്ക് പോയതാണ്. അങ്ങോട്ടാ വരുന്നേ. കയ്യിലൊന്നും ഇല്ല, പ്രതീക്ഷിക്കണ്ട. കൂടെ വന്നതന്നെ ഓണില്ലേ? അല്ല, അമ്മ സാധാരണ പറയുന്ന അയ്യോ എനിക്ക് പിറ്റേ ദിവസം ഒന്നും ഇങ്ങനെ വിളിച്ച അങ്ങോട്ട് ചെല്ലാൻ. അമ്മ നമ്മളുള്ള സ്നേഹം കൊണ്ട് അമ്മത്തേക്ക് പോകുന്നത്. പ്രേമാവോട് സ്നേഹം ഇല്ലെന്നല്ല പറഞ്ഞത്. കുറച്ച് ഗുളികയൊക്കെ മേടിച്ചോളാം പോകാൻ പോകുമ്പോ. ഒരു ഗുളികയും വേണ്ട.
കണ്ണാടി സ്ഥിരമായിട്ട് വെക്കാനാന്നല്ലേ പറഞ്ഞേ? കാണണേ കാണണേ കണ്ടില്ലെങ്കിലാണ് അതൊക്കെ ചുമ്മാ കണ്ണാടി കട ചെന്നപ്പോഴേക്കും ഒരു പയ്യനുണ്ടായിരുന്നേ. പഞ്ചായത്ത് മെമ്പർ വല്ലതും ആണോ എന്ന് ചോദിച്ചു അമ്മയോട്. മെമ്പറിന്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പൊ ഇന്നലെ ടീച്ചറിന്റെ ലുക്ക്, ഇന്നും മെമ്പറിന്റെ ലുക്ക്, നാളെ എന്ത് ലുക്കാന്നറിയാൻ പറയും. എന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്കൊരു മെമ്പറിന്റെ ലുക്ക് ഉണ്ട് ഇല്ലേ? നാക്കടിക്കുന്ന കേട്ടിട്ട് തോന്നുന്നതാണ്. അങ്ങോട്ട് തിരിഞ്ഞേ ഏതാ പോവാ ഗന്ധർവന്റെ പോവാ കണ്ട. അങ്ങോട്ട് ഞങ്ങള് ഒരു 500 രൂപയുടെ കട കിട്ടാന്ന് വിചാരിച്ചാ. പക്ഷെ 1900 രൂപയാണ്, 1200 രൂപ എടുത്ത് കൊണ്ടെടുത്തു. ഒന്നും കണ്ണാടി ഉണ്ടാവില്ലെന്ന് ഓർത്തിട്ടാണ് ഫാബ്രിക് പെയിന്റ്. ഇനി എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് ഇതുപോലെ നാരായണ ഷാമ്പൂടെ വായിക്കാത്ത കാണണം ഈ സാധനമേ കേട്ടോ. നെറ്റിയിലൊക്കെ കാണണേ. പതിയെ കഴിക്കണം, പതിയെ പതിയെ. ഇപ്പൊ വന്നു, നീ ഇപ്പൊ വന്നു. നിന്റെ കൂട്ടുകാരെ വിളിച്ചിപ്പം നാളെ പ്രാക്ടീസ് ഉണ്ട്. 9:30 ആകുമ്പോഴേക്കും മുണ്ടക്കത്തുനിന്ന് ഒരു കൊച്ചുണ്ട്, പിന്നെ അവിടെ കണ്ടൊക്കെ 3-4 പേരുണ്ട്. എല്ലാരും കൂടെ കൂട്ടിക്ക ചപ്പാത്തിന്റെ അവിടെ വരണമെന്ന് പറഞ്ഞു. നാളെ പ്രാക്ടീസ് ഉണ്ട്. മുണ്ടക്കത്തുനിന്ന് ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിനെ വിളിച്ച് ചോദിച്ചാൽ മതി ഇവിടെ ഇറങ്ങുന്നത്.